ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന് പറയുന്ന വിഖ്യാത നോവലിനെ പറ്റിയാണ്. കേരളത്തിലെ പഴയ മരുമക്കത്തായ വ്യവസ്ഥയുടെയും തറവാട് ഭരണത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഈ ഒരു നോവൽ വികസിക്കുന്നത്. നമ്മുടെ ഒരു കഥയിലെ നായകൻ എന്ന് പറയുന്നത് അപ്പുണ്ണിയാണ്. അപ്പുണ്ണിയുടെ അമ്മയാണ് വടക്കേപ്പാട്ട് തറവാട്ടിലെ പാറുക്കുട്ടി തന്റെ ഇഷ്ടപ്രകാരം പഴകളിക്കാരനായിട്ടുള്ള കോന്തുണ്ണി നായരെ വിവാഹം കഴിക്കുകയാണ്. അതോടെ ഉയർന്ന തറവാട് പാരമ്പര്യത്തിന്റെയും പ്രൗഢിയുടെയും നടുവിൽ വളരേണ്ടിയിരുന്ന അപ്പുണ്ണി വളർന്നത് കടുത്ത ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും അവഗണനയുടെയും നടുവിലായിപ്പോയി. വിവാഹം കഴിഞ്ഞതോടെ പകിടകളിയൊക്കെ നിർത്തി കൃഷിപ്പണിയൊക്കെ ചെയ്ത് കുടുംബം പുലർത്തി ജീവിക്കുകയായിരുന്നു കോന്തുണ്ണി നായർ. ആ ഒരു സമയത്താണ് തൻ്റെ ആത്മസുഹൃത്തും പങ്കുകച്ചവടക്കാരനായിട്ടുള്ള സെയ്താലി അദ്ദേഹത്തിന്റെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് കോന്തുണ്ണി നായരെ ചതിച്ച് കൊലപ്പെടുത്തുന്നത്. അങ്ങനെ ജീവിതം വഴിവിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ കുടുംബ പാരമ്പര്യവും മഹാത്മ്യമൊക്കെ മറന്നുകൊണ്ട് പാറുക്കുട്ടി അടുക്കള പണിക്കായിട്ട് പോവാണ്. എന്നാൽ വിധി അവിടെയും അവരെ വേട്ടയാടുകയാണ്. കാര്യസ്ഥനായിട്ട് ശങ്കരൻ നായരെയും പാറുക്കുട്ടിയും ചേർത്തിട്ട് പല അപവാദ കഥകളും നാട്ടിൽ പ്രചരിക്കാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് അപ്പുണ്ണി വീട് വിട്ടിറങ്ങാണ്. എന്നാൽ ആ സമയത്താണ് അവിചാരിതമായിട്ട് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള സെയ്താലിക്കുട്ടീനെ അപ്പുണ്ണി കണ്ടുമുട്ടുന്നത്. എന്നാൽ പിന്നീട് സെയ്താലി അപ്പുണ്ണിയുടെ ജീവിതത്തിൽ നിർണായകമായിട്ടൊരു പങ്ക് വഹിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ്.